ഹലോ, നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഗൂഗിളിന്റെ റിക്രൂട്ട്മെന്റ് ആണ്. ഗൂഗിൾ 2025 റിക്രൂട്ട്മെന്റ് ആണ്. ഇതിനകത്ത് രണ്ട് ടൈപ്പിലെ വേക്കൻസി ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലിയുണ്ട്. അവിടെ റിമോട്ട് എന്ന നിങ്ങൾ അപ്ലൈ ചെയ്യുവാൻ ആ ലിങ്കിൽ പോകുമ്പോഴത്തേക്ക് അവിടെ റിമോട്ട് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാവുന്ന. ബാക്കി നിങ്ങൾക്ക് കൂടുതലും ലൊക്കേഷൻ വരുന്നത് കർണാടക ബാംഗ്ലൂരിന്റെയാണ്. അപ്പം ഗൂഗിൾ റിക്രൂട്ട്മെന്റ് 2025 ഇതിന്റെ ഗൂഗിളിന്റെ മൊത്തം വേക്കൻസി എന്ന് പറയുന്നത് 4000+ വേക്കൻസി ഉണ്ട്. ഇത് ആൾ ഓവർ വേൾഡിന്റെ വേക്കൻസിയാണ്. അതിൽ നമ്മുടെ ഇന്ത്യയുടെ വേക്കൻസി നോക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 600 വേക്കൻസികൾ ഇന്ത്യയിലുണ്ട്. അതിൽ കൂടുതലും നമ്മുടെ ബാംഗ്ലൂരിലാണ്, കർണാടകയിലാണ്. അപ്പം ഗൂഗിൾ ജോബ് 2025 അപ്ലൈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഓൺലൈനിലൂടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. നമ്മുടെ എല്ലാം വലിയൊരു ആഗ്രഹമാണ് നമുക്ക് ഗൂഗിളിൽ വർക്ക് ചെയ്യണോ എന്നുള്ളത്. പലരും നമ്മൾ പേപ്പറിലോ അല്ലെങ്കിൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് ഗൂഗിളിൽ ജോയിൻ ചെയ്തതായിട്ട്. അവർക്ക് ഭയങ്കര സാലറി. പക്ഷെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു സാലറി എന്ന് പറയുന്നത് 48,000 തൊട്ടുള്ള സാലറിയാ. അപ്പം ഇതിനകത്ത് അണ്ടർ ഗ്രാജുവേറ്റിനകത്ത് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് താഴെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു കൊള്ളട്ടെ. ഇവിടെ പറയുന്നത് ഗൂഗിൾ ഇൻവൈറ്റഡ് ആപ്ലിക്കേഷൻ ഫ്രം ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ് ഫോർ ഗൂഗിൾ റിക്രൂട്ട്മെന്റ് 2025. ഹിയർ ഇസ് എ ലോട്ട് ഓഫ് വേക്കൻസി ഇൻ 2025. യു ക്യാൻ അപ്ലൈ ഇഫ് യു ആർ എലിജിബിൾ. നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യണം. ആപ്ലിക്കേഷൻ ആർ ടു ബി സബ്മിറ്റഡ് ഓൺലൈൻ അറ്റ് ദ ഒഫീഷ്യൽ വെബ്സൈറ്റ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഓൺലൈനിലൂടെ സബ്മിറ്റ് ചെയ്യണം. Google recruitment application submitted online. Interested candidate can read the complete information and can apply online for various posts. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് നിങ്ങൾ ആ ഇത് വേക്കൻസി കണ്ട് അത് മൊത്തം അതിനെപ്പറ്റി പഠിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. എബൌട്ട് ഗൂഗിൾ LIC. ഇവിടെ നിങ്ങൾ ഗൂഗിളിനെ പറ്റി സംസാരിക്കുക. അവർ പറയുകയാണ് ഗൂഗിൾ എന്ന് വെച്ചാൽ എന്താണ്. പക്ഷേ നമ്മുടെ ലോകത്തിൽ കുഞ്ഞുകുട്ടി പരാധീനങ്ങൾക്ക് പോലും ഇപ്പൊ അറിയാം ഗൂഗിളെ. നമ്മുടെ ഈ മൊബൈലിലൊക്കെ വന്നതിന് പിന്നെ ഗൂഗിളിനെ പറ്റി ഉള്ള എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതിനെപ്പറ്റി സെപ്പറേറ്റ് നിങ്ങൾക്കൊരു നോളേജ് വേണമെന്നില്ല. എങ്കിലും നിങ്ങൾ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവും ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷനുമേ ഉള്ളു. ആ ഒരു സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും അത് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പം ബാംഗ്ലൂരായിരിക്കും. അല്ല, ഗൂഗിൾ എന്ന് പറയുമ്പോൾ ആൾ ഓവർ ഇന്ത്യയുടെ വേക്കൻസിയാണ്. ചിലപ്പം കേരളത്തിൽ വെച്ച് കാണാൻ സാധ്യതയുണ്ട്. എനിക്കറിയത്തില്ല എവിടെ വെച്ചാണ് ഇന്റർവ്യൂ എന്ന്. അപ്പം ഇന്റർവ്യൂവും ഡോക്യുമെന്റ് വെരിഫിക്കേഷനുമാണ് ഇത്. ഗൂഗിളിനെ പറ്റി നിങ്ങളോട് പറയേണ്ട കാര്യം, ഗൂഗിൾ LLC ഈസ് ആൻ അമേരിക്കൻ മൾട്ടിനാഷണൽ ടെക്നോളജി കമ്പനി ഫോക്കസിംഗ് ഓൺ സെർച്ച് എഞ്ചിൻ ടെക്നോളജി, ഓൺലൈൻ അഡ്വൈസിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടിംഗ്, ഇ-കൊമേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ്. അപ്പം ഗൂഗിളിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത് ഓർഗനൈസേഷൻ ഗൂഗിൾ ആണ്. ഇവിടെ പോസ്റ്റ് എന്ന് പറയുന്നത് 4067 പോസ്റ്റ് ഉണ്ട്. ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ അണ്ടർ ഗ്രാജുവേറ്റിനും ഗ്രാജുവേറ്റിനും ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആൻഡ് DV. ഞാൻ പറഞ്ഞു ഇന്റർവ്യൂ പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനുമാണ്. ഓൺലൈൻ അപ്ലൈ ഡേറ്റ് 6 തൊട്ട് അപ്ലൈ ചെയ്യാം. May 6 തൊട്ട് തുടങ്ങി ഇത് June 27 വരെ, ഒരു മാസത്തെ കൂടുതൽ സമയം നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം നെയിം ഓഫ് ദ പോസ്റ്റ്, ഇതിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അക്കൗണ്ട് എക്സിക്യൂട്ടീവ്, ടെക്നിക്കൽ റൈറ്റർ, എഞ്ചിനീയർ മാനേജർ, ന്യൂ ബിസിനസ് സെയിൽസ് സ്പെഷ്യലിസ്റ്റ്, ഡേറ്റ സയന്റിസ്റ്റ്, അനലിസ്റ്റ് ആൻഡ് അതർ പോസ്റ്റ് ഉണ്ട്. ഇനി കാൻഡിഡേറ്റ് ഷുഡ് ബി ബിറ്റ്വീൻ 18 to 40 ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം. അതായത് ഈ ആപ്ലിക്കേഷൻ തുടങ്ങിയത് 6 മെയ്യിൽ വരെ നിങ്ങൾക്ക് 18 വയസ്സിന് മുകളിലായിരിക്കണം. 40 വയസ്സ് നിങ്ങൾക്ക് തികഞ്ഞിരിക്കണമെന്നാണ് അവർ പറയുന്നത്. എൻ്റെ ഒരു നോളേജിൽ അതാണിത്. ഇനി നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ഷുഡ് ബി പാസ്ഡ് ആസ് പെർ നോട്ടിഫിക്കേഷൻ ആൻഡ് സ്പെസിഫിക് പോസ്റ്റ്. നിങ്ങൾ ഓരോ പോസ്റ്റിന്റെ താഴെ അവർ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ എന്ത് സ്പെസിഫിക്കേഷൻ ആയിരിക്കണം, ഇതിന്റെ എലിജിബിൾ ക്രൈറ്റീരിയ എന്തായിരിക്കണം എന്നൊക്കെയുള്ള. അത് ഓരോ പോസ്റ്റിനും വേറെ വേറെ വരും. കാൻഡിഡേറ്റ് മിനിമം പാസ്ഡ് അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് ഗ്രാജുവേറ്റ് ആൻഡ് ആസ് പെർ പോസ്റ്റ് ഓഫ് ഈക്വലന്റ് എക്സാമിനേഷൻ ഫ്രം എ ബോർഡ് ഓഫ് യൂണിവേഴ്സിറ്റി. നിങ്ങൾ ഗ്രാജുവേറ്റിന് അപേക്ഷിക്കുക, അണ്ടർ ഗ്രാജുവേറ്റിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. ഇനി പേ സ്കെയിൽ എന്ന് പറയുന്നത് 38,000 തൊട്ട് 58,000 വരെയാണ്. ഇത് എക്സ്പെക്ടഡ് സാലറി. പോസ്റ്റിന്റെ അനുസരിച്ച് ഇതിലും മാറ്റം വരും. സെലക്ഷൻ പ്രോസസ് ഞാൻ നേരത്തെ പറഞ്ഞ് ഇന്റർവ്യൂ ആണ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത്
ആപ്ലിക്കേഷൻ ഫീസ് നില്ലാണ്, ജനറൽ OBC EWS നില്ലാണ്, SC ST PH നില്ലാണ്. നിങ്ങൾ ഗൂഗിളിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണമെന്ന എൻ്റെ അഭിപ്രായം. കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗ്രാജുവേറ്റോ അണ്ടർ ഗ്രാജുവേറ്റോ ആയിട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പരീക്ഷാ ഫീസും ഇല്ല. അപ്പം ഗൂഗിളിൽ നിങ്ങളുടെ ഒരു ബൈ ചാൻസ് ലക്കിലി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. നിങ്ങളുടെ ഒരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഗൂഗിളിൽ വർക്ക് ചെയ്യാന്ന് 4 പേരോട് പറയുവാനും നമുക്ക് പറ്റും ഞാൻ ഗൂഗിളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ജനറൽ OBC EWS നീലാണ്, SC ST PH നീലാണ്. How to apply? Eligible candidate may apply online at the official website on or before the last date and fill out the application form as per. അതായത് അവരുടെ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അവർ പറയുന്ന ആ കാറ്റഗറി അനുസരിച്ച് അവരുടെ ആ ഒരു റൂൾ അനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുക. Can apply. All India candidate, male and female candidate can apply for this vacancy. ഇന്ത്യയിലുള്ള മെയിലിനും ഫീമെയിലും നിങ്ങൾ ഏത് സ്റ്റേറ്റിലായിക്കോട്ടെ, ഏത് ഡിസ്ട്രിക്റ്റിലായിക്കോട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് ഇതിനകത്ത് അപ്ലൈ ഓൾ ഓവർ ഇന്ത്യക്കാണ്. അപ്പം ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ മോഡ് ഒളി ഓൺലൈൻ. ഗൂഗിൾ റിക്രൂട്ട്മെന്റ് 2025. നിങ്ങളുടെ ഡേറ്റ് ഒരിക്കൽ കൂടി പറയുകയാണ്. ആപ്ലിക്കേഷൻ മോഡ് ഓൺലൈൻ ആണ്. Google recruitment 2025 important date. Starting date for submission of online application for 6th May. ഒരിക്കൽ കൂടി അവർ പറയാണ്. Last date for submission of the online application 27th June. ഡേറ്റ് ഓഫ് ഇന്റർവ്യൂ സൂൺ. ഇത് നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ ഉടനെ അത് അവരുടെ റിക്വയർമെന്റുമായിട്ട് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, നിങ്ങൾ കൊടുക്കുന്ന ആ CV അത് മാച്ച് ആകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അവർ ഇന്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. അപ്ലൈ ഓൺലൈൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ നമ്മൾ വെബ്സൈറ്റിലേക്ക് പോകും. അപ്പം അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമാണെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അത് കണക്ക് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഞാൻ തന്നിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ലിങ്ക് താഴെ തരുന്നില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നില്ല. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കുക. കാര്യം ഞാൻ അതിനകത്ത് തന്നാലും ഒരുപാട് പേര് പറയും അവിടുന്ന് ക്ലിക്ക് ആകുന്നില്ല, അത് ഓപ്പൺ ആകുന്നില്ല. അതുകൊണ്ട് ഇത് കമന്റ് ബോക്സിൽ തരാം. അതുകൊണ്ട് ഞാൻ കമന്റ് ബോക്സിലെ തരത്തോളം നിങ്ങൾ ചോദിച്ചാൽ മതി, ഞാൻ അതിന്റെ തരാം. അപ്പം ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു പൊസിഷനിലേക്കാണ് വരുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഗൂഗിൾ കാരിയേഴ്സിന്റെ ആണ്. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. നിങ്ങൾ താഴോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ റോളിൽ പോകാം, AI ആൻഡ് ML റോളിൽ പോകാം. അവിടുന്ന് താഴോട്ട് വരുമ്പോൾ പല ഇതുകൾ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നിക്കൽ ഉണ്ട്, അത് കണക്കുള്ള കാര്യങ്ങളുണ്ട്. ആൾ ടേംസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജോലികളെല്ലാം കാണാൻ പറ്റും. പക്ഷെ ഇവിടെ നോക്ക്, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഉണ്ട്, സെയിൽസ് ആൻഡ് സർവീസ് സപ്പോർട്ട് ഉണ്ട്, മാർക്കറ്റിംഗ് കൺസ്യൂമേഴ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ പോകണ്ട, നിങ്ങൾ താഴോട്ട് വരിക. താഴോട്ട് വന്നിട്ട് ഇവിടെ നിങ്ങൾ നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ ഇത് ഗൂഗിൾ എന്ന് പറഞ്ഞാൽ വേൾഡിലെ ഒരു കമ്പനിയാണ്. അപ്പോഴത്തേക്ക് അതിന്റെ ഇന്ത്യയിലുണ്ട്, അത് കണക്ക് തന്നെ വേൾഡിലാകമാനമുണ്ട്, US-ലുണ്ട്, വേൾഡിലുള്ള എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിലുള്ളതാണ് നമുക്ക് വേണ്ടത്. ഇല്ല, നിങ്ങൾ പാസ്പോർട്ടൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ അമേരിക്കയിൽ വേണോ അല്ലെങ്കിൽ ലണ്ടനിൽ വേണോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് സെർച്ച് ചെയ്യാം. അയർലൻഡിലെ വേക്കൻസി ഉണ്ട്. അപ്പം നമ്മളിവിടെ ഇന്ത്യ എന്ന് എഴുതാം. മേലിൽ നിങ്ങൾ ഒന്നും എഴുതാൻ പോകല്ലേ, മിക്കതും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ വേക്കൻസിയാണ് ഇതിനകത്ത്. അപ്പം താഴെ നിങ്ങൾ ഇന്ത്യ എന്ന് എഴുതുക. ഇന്ത്യ എന്ന് എഴുതുമ്പോഴത്തേക്ക് ഇവിടെ വരും ഈ ഇന്ത്യ വന്ന്. നിങ്ങൾ ബാംഗ്ലൂർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാംഗ്ലൂരിലുള്ളത് മാത്രം വരും. അപ്പം നമുക്ക് ഇന്ത്യയിൽ മൊത്തം ഉള്ളത് ഇവിടെ ഇന്ത്യ നമ്മൾ സെലക്ട് ചെയ്ത് അപ്പോഴത്തേക്ക് ഇവിടെ കാണിച്ചു കഴിഞ്ഞ് 136 ജോബ് ഉണ്ട് ഇവിടെ ഇന്ത്യയിൽ. അപ്പം ആ ഒരു ജോബ് കിട്ടുവാൻ വേണ്ടി നമ്മൾ സെർച്ച് ക്ലിക്ക് ചെയ്യുക. സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇൻഫ്രാസ്ട്രക്ചർ കോർ ഗൂഗിളിന്റെ ആണ്, ബാംഗ്ലൂരുണ്ട്, കർണാടകയുണ്ട്. അത് കണക്ക് തന്നെ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ബാംഗ്ലൂർ, കർണാടക. ബാംഗ്ലൂരിലാണ് മിക്കതും വന്നിരിക്കുന്നത്. അപ്പം നമുക്കത്ര പ്രയാസമുള്ള കാര്യമല്ല. ബാംഗ്ലൂരിൽ പോയി ജോലി ചെയ്യുവോ അല്ല നിങ്ങൾ റിമോട്ട്, ഇവിടെ റിമോട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ റിമോട്ട് കാണുന്നില്ല, ഈ റിമോട്ട് എലിജിബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോമിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മളിപ്പം ഡയറക്റ്റ് നേരത്തെ ആ ഒരു പേജിലേക്ക് വരികയാണ്.
അപ്പൊ നമ്മൾ വീണ്ടും ആ പേജിലേക്ക് വന്ന് 536 പേജാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ ഉണ്ട്, കർണാടകയിലെയാ. ഇപ്പൊ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ അപ്ലൈ, നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ച് ഇത് നിങ്ങൾക്ക് യോജിക്കുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ലേൺ മോറിൽ വരിക. അപ്പൊ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇവിടെ പറയും. നിങ്ങൾ ഇതിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്ന് ഇവിടെ പറയും. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തേർഡ് ഇൻഫ്രാസ്ട്രക്ചർ കോറിലുള്ള നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇവിടെ പറയുന്നുണ്ട് ബാച്ചിലർ ഡിഗ്രി ഓർ ഈക്വലന്റ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. പ്രഷറിനും ഇതിനകത്ത് നിങ്ങൾ അവിടെ സെർച്ച് ചെയ്താൽ മതി. ഇന്ത്യ പ്രഷറിന്റെയും വേക്കൻസി ഉണ്ട്. അത് കണക്ക് തന്നെ 2 year എക്സ്പീരിയൻസ് വിത്ത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, 1 or more പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഇതൊക്കെ ഉണ്ടായിരിക്കണം. പ്രിഫേർഡ് ക്വാളിഫിക്കേഷൻ മാസ്റ്റർ ഡിഗ്രി വേണം. PhD ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ റിലേറ്റഡ് ടെക്നിക്കൽ ഫീൽഡിൽ ഇത് ഉണ്ടായിരിക്കണം. About Google software engineer develop the next generation technologies that change how billions of users connect. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ് ഇത് ഗ്രാജുവേറ്റിനും അണ്ടർ ഗ്രാജുവേറ്റിനും വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലുള്ളതാണ് അവരുടെ വേക്കൻസികളൊക്കെ. ഇവിടെ മേലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ഒരു അപ്ലൈ ചെയ്യുവാനുള്ള ഈ പ്രൊഫൈൽ വന്ന് ഇവിടെ നിങ്ങൾ ഫസ്റ്റ് നെയിം കൊടുത്ത്, മിഡിൽ നെയിം കൊടുത്ത്, ലാസ്റ്റ് നെയിം കൊടുത്ത് ARSR3. അപ്പം ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആഡ് പ്രിഫേർഡ് നെയിം കൊടുക്കുക. ഇവിടെ എൻ്റെ ഇമെയിൽ ഐ ഡിയാണ് കാണിക്കുന്നത്. ഞാൻ അവിടെ കൊടുത്ത് ഇവിടെ ഇത് ഇമെയിൽ ഐ ഡി, അത് നിങ്ങൾ കൊടുക്കുന്ന ഏത് ഇമെയിൽ ഐ ഡിയിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത്, ആ ലോഗിൻ്റെ ആ ഇമെയിൽ ഐ ഡി വരും. ഫോൺ നമ്പർ കൊടുക്കണം നിങ്ങളുടെ. അവിടുന്ന് താഴോട്ട് വന്നിട്ട് ഇവിടെ നിങ്ങൾ ഈ CV നിങ്ങളുടെ അപ്ലോഡ് ചെയ്യണം. CV അപ്ലോഡ് ചെയ്ത് നിങ്ങൾ ക്ലോസ് ചെയ്യണം. CV അപ്ലോഡ് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. ഇവിടെ യെസിൽ ക്ലിക്ക് ചെയ്യണം, നോയിൽ ക്ലിക്ക് ചെയ്യല്. യെസിൽ ക്ലിക്ക് ചെയ്ത് താഴോട്ട് വന്നിട്ട് ഇവിടെ മന്ത് എന്താന്ന് വെച്ചാൽ അത് ഇവിടെ പ്ലീസ് പ്രൊവൈഡ് ബർത്ത്ഡേയുടെ മന്ത് ഡേ കൊടുക്കണം. ഇവിടെ യൂസർ നെയിം കൊടുക്കണം. താഴോട്ട് വരും പേഴ്സണലൈസ്. ഇവിടെ ഗൂഗിൾ കാരിയർ പ്രൊഫൈൽ വിത്ത് ജോബ് റെക്കമെൻഡേഷൻ ആൻഡ് റിലേറ്റഡ് കണ്ടന്റ്, യെസ് ഒന്ന് കൊടുക്കണം. ഐ അണ്ടർസ്റ്റാൻഡിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് പ്രൊഫൈൽ ആയിട്ട് കണ്ടിന്യൂയിൽ വരും. അവിടെ പോയി നിങ്ങൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ബാക്കി ഇച്ചിരി കാര്യങ്ങളൂടെ ഉണ്ട്. അത് ഒരുപാട് നീളുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾ സബ്മിറ്റ് പ്രൊഫൈൽ ആയിട്ട് കണ്ടിന്യൂ ചെല്ലുമ്പോഴത്തേക്ക് ഇവിടെ കൊടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണിക്കും. നിങ്ങളുടെ CV അവിടെ കിട്ടും. അവിടെ നിങ്ങൾക്ക് 1-2 കാര്യങ്ങളും കൂടെ കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പൊ ഇത്രയും നേരം എൻ്റെ കൂടെ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. വളരെ നന്ദി. നിങ്ങളോട് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അത് കണക്ക് തന്നെ ലൈക്കും ചെയ്യണം. കാര്യം സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് ഇത് കണക്കുള്ള പുതിയ വേക്കൻസികൾ നിങ്ങളുടെ മുന്നിൽ എത്തത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.